റീസെന്റ് ലോകം മുഴുവനും കിടുങ്ങിയിരിക്കുകയാണ്. അമേരിക്ക വിയർക്കുന്നു, എൻവിഡിയുടെ സ്റ്റോക്കുകൾ കൂപ്പുകുത്തുന്നു. ചൈനീസ് സ്റ്റാർട്ടപ്പ് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു ഡീപ് സീക്ക് എ ഒരു കൊടുങ്കാറ്റ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. എക്സ്പേർട്സ് പറയുന്ന പ്രകാരം ഡീപ് സീക്ക് എ ഭയങ്കര ഫാസ്റ്റ് ആണ്, റിലയബിൾ ആണ്, എഫിഷ്യന്റ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, വളരെ കുറവ് പവറെ കൺസ്യൂം ചെയ്യുന്നുള്ളൂ എന്ന് കമ്പയർഡ് ടു ഓപ്പൺ എഐന്റെ ചാറ്റ് ജിപിടി. ഇതിലെല്ലാം ഉപരി ഓപ്പൺ എ നിർമ്മിച്ചിരിക്കുന്ന ചാറ്റ് ജിപിടി ഒരു പ്രൊപ്രൈറ്ററി ടൂളാണ്. എന്നാൽ ഡീപ് സീക്ക് എ ആണെങ്കിൽ ഒരു ഓപ്പൺ സോഴ്സ് ആണ്. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് റൺ ചെയ്യാം ഫ്രീ ആയിട്ട്. ഇതൊക്കെ തന്നെയാണ് അമേരിക്ക വിറയ്ക്കാനുള്ള ഒരു കാരണം. പക്ഷെ ഹൈപ്പും കാര്യങ്ങളൊക്കെ കൊള്ളാമെങ്കിലും റിയാലിറ്റിയിൽ എന്താണ് സംഭവിക്കുന്നത്? ഡീപ് സീക്ക് ഇറക്കിയിരിക്കുന്ന അവരുടെ മോഡൽ R1 അത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു കാര്യം മനസ്സിലാവും. അത് മോസ്റ്റ്ലി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ചൈനീസ് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ചൈനീസ് കൾച്ചറിന്റെ ഒരു രീതിക്കാണ് പ്രവർത്തിക്കുന്നത്. അതായത് നിങ്ങൾ ഇന്ത്യയെ പറ്റി, ഉദാഹരണത്തിന് ഇന്ത്യയിലൂടെ ഏതെങ്കിലും സ്റ്റേറ്റ്സിനെയൊക്കെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിന്തിക്കുമെങ്കിലും നിങ്ങളോട് ഉത്തരം പറയില്ല. സോ ബേസിക്കലി ഡീപ് സീക്ക് എ എന്ന് പറയുന്നത് വളരെ സെൻസേർഡ് ആയിട്ടുള്ള, ബയസ്ഡ് ആയിട്ടുള്ള ഒരു എ ആണ്. ചൈനീസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുവാണെങ്കിൽ ചൈനക്കാർക്ക് വളരെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുമെങ്കിലും ഇന്ത്യക്കാർക്ക് അത്രത്തോളം ഗുണം ചെയ്യുമെന്ന് തോന്നുന്നില്ല. ചാറ്റ് ജിപിടിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡീപ് സീക്ക് എ ഉപയോഗിക്കുന്നത് വെറും 40% കുറവ് പവറാണ്. വിച്ച് മീൻസ് ഇത്രയും വലിയ എ ഉപയോഗിക്കാനായിട്ട് നിങ്ങൾക്ക് വളരെ കുറവ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ റിസോഴ്സസ് ഉപയോഗിച്ചാൽ മതി. ഇതുകൊണ്ട് തന്നെ ചാറ്റ് ജിപിടി ഏകദേശം $200 കൊടുക്കുന്ന പ്ലാനുകൾ പോലും ഡീപ് സീക്ക് എക്ക് വളരെ നിസ്സാരമായിട്ടുള്ള വിലയ്ക്ക് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് പോലും കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ ആൾക്കാർ വിചാരിക്കുന്നത് ചാറ്റ് ജിപിടിക്ക് ഇത്രയും പൈസ മുടക്കേണ്ട കാര്യമുണ്ടോ എന്നാണ്. ഏകദേശം $5.5 മില്യൺ ആണ് ഡീപ് സീക്ക് എ ട്രെയിൻ ചെയ്യാനായിട്ട് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതൊരു വലിയ എമൗണ്ട് ആയിട്ട് തോന്നുമെങ്കിലും ചാറ്റ് ജിപിടി ട്രെയിൻ ചെയ്യാനായിട്ട് അവർക്ക് ഏകദേശം $100 മില്യൺ മുകളിലായി. സോ ചാറ്റ് ജിപിടി കമ്പയർ ചെയ്യുമ്പോൾ ഇത് നിസ്സാര വിലയാണ്. എന്നാൽ എങ്ങനെ അവർ ഇത്രയും കുറഞ്ഞ ബഡ്ജറ്റിൽ ഇത്രയും അടിപൊളി എ ഉണ്ടാക്കി? ഇത് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതിന്റെ പുറകിലുള്ള ഒരു റൂമറാണ് ഡീപ് സീക്ക് എ അവരുടെ മോഡലിനെ ട്രെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ചാറ്റ് ജിപിടിനെ തന്നെയാണ്. ചാറ്റ് ജിപിടി ഓൾറെഡി ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മോഡൽ ആയതുകൊണ്ട് തന്നെ അതിനെ ഉപയോഗിച്ച് അവർ വേറൊരു മോഡലിനെ ട്രെയിൻ ചെയ്തൊരു എ ഉണ്ടാക്കുമ്പോൾ ചാറ്റ് ജിപിടിനേക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എ, അതും ചാറ്റ് ജിപിടി ഉണ്ടാക്കാൻ എടുത്തതിനേക്കാളും നിസ്സാരമായ എമൗണ്ടിൽ ഉണ്ടാക്കാനായിട്ട് പറ്റി. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നം ചാറ്റ് ജിപിടി പ്രൊപ്രൈറ്ററി ആയതുകൊണ്ട് അവർക്കൊരു ക്ലോസ് ഉണ്ട്. അതായത് അവരുണ്ടാക്കിയിരിക്കുന്നെങ്കിൽ അവരുടെ ഡേറ്റ അത് ഉപയോഗിച്ച് വേറെ ഒരു എനെയും ട്രെയിൻ ചെയ്യാൻ പാടില്ല എന്ന്, അതും അവരെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു എ ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല എന്ന്. എത്തിക്കലി ഫ്രം എ കമ്പനി പോയിന്റ് ഓഫ് വ്യൂ ഇറ്റ് ഈസ് റോങ്. എന്നാൽ കൺസ്യൂമർ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുവാണെങ്കിൽ നമ്മൾക്ക് എന്താണ്, കുറഞ്ഞ വിലയിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എ കിട്ടുന്നു, വിച്ച് ഇസ് ആക്ച്വലി റൈറ്റ്. കൺസ്യൂമേഴ്സിന് ഗുണം ചെയ്യുന്ന കാര്യമാണെങ്കിലും കമ്പനിക്ക് അത്ര ഗുണം ചെയ്യുന്ന കാര്യമല്ല. ആൻഡ് ഇത് ഒരു കാരണമാവാം അവർ $5 മില്യൺ ഇത്രയും അടിപൊളി എ ഉണ്ടാക്കാനുള്ള. ശരി, പക്ഷെ എന്തുകൊണ്ട് എൻവിഡിയുടെ സ്റ്റോക്ക് ഇടിഞ്ഞു? എൻവിഡിയക്ക് എന്താണ് ഇതിൽ കാര്യം? ചാറ്റ് ജിപിടിനെ ട്രെയിൻ ചെയ്യാനായിട്ട് അവർക്ക് സോഫ്റ്റ്വെയർ മാത്രം പോരാ, ഹാർഡ്വെയറും വേണം. ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ഹാർഡ്വെയർ, അതായത് എൻവിഡിയയുടെ ക്യൂഡ GPUകൾ ഉപയോഗിച്ചിട്ടാണ് ചാറ്റ് ജിപിടിനെ ട്രെയിൻ ചെയ്തെടുത്തിരിക്കുന്നത്. ബട്ട് ഓൾറെഡി ആ ബുദ്ധിമുട്ടുള്ള പണി ചാറ്റ് ജിപിടി എടുത്ത് കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് ആ ഒരു ഡേറ്റ ഉപയോഗിച്ച് നമ്മൾക്ക് അത്രയും പവർഫുൾ അല്ലാത്ത ഒരു പ്രോസസറിൽ പോലും അതിനേക്കാളും അടിപൊളി എനെ ട്രെയിൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ആൻഡ് ഈവൻ ഡീപ് സീക്ക് എ ഉണ്ടാക്കിയപ്പോൾ പോലും ചൈനക്കാർക്ക് പവർഫുൾ ആയിട്ടുള്ള എ എനേബിൾഡ് ആയിട്ടുള്ള പ്രോസസ്സസ് ഒന്നും കൊടുക്കാനായിട്ട് പാടില്ല എന്നുള്ള ഒരു ബാൻ വന്നിട്ടുണ്ടായി. എന്നിട്ട് പോലും പഴയ എൻവിഡിയുടെ GPUകൾ ഉപയോഗിച്ച് അവർ ഇത്ര അടിപൊളി എ ഉണ്ടാക്കി. സോ ഫ്രം എ കൺസ്യൂമർ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ പിന്നെ എന്തിന് ഇത്രയും വില കൊടുത്ത് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള എൻവിഡിയുടെ GPUകൾ മേടിക്കണം? ഈ പഴയ GPU ഉണ്ടാക്കിയാൽ പോരെ? കാരണം പ്രൂഫ് നമ്മുടെ മുന്നിലുണ്ടല്ലോ ഡീപ് സീക്ക് എ. ഇത് കാരണമാണ് എൻവിഡിയുടെ സ്റ്റോക്ക് കൂപ്പുകുത്തിയത്. കാരണം ഇനിഷ്യലുള്ള ഹാർഡ് വർക്ക് മൊത്തം ഓപ്പൺ എ ചാറ്റ് ജിപിടി ഉണ്ടാക്കാൻ ചെയ്ത് കഴിഞ്ഞല്ലോ. പക്ഷെ ഓപ്പൺ എക്ക് ഇത് ഒട്ടും ഇഷ്ടമായിട്ടുള്ള, അവർക്കെതിരെ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ചുളുവിൽ അത് അടിച്ചു മാറ്റിക്കൊണ്ട് വേറെ എ ഉണ്ടാക്കുന്നത് ന്യായമല്ലല്ലോ. എന്നാൽ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇന്ത്യ ഓൾറെഡി ചാറ്റ് ജിപിടിക്ക് ഇതിൽ ഒരു കേസ് കൊടുത്തിരിക്കുക. നമ്മുടെ അദാനി അംബാനി ഗ്രൂപ്പുകളിൽ ഒരു റൂമർ വന്നിരിക്കുന്നത് അവർ ഇന്റേണലി റൺ ചെയ്യുന്ന പല ന്യൂസും ഡാറ്റ സോഴ്സും കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് ഓപ്പൺ എ ചാറ്റ് ജിപിടി ട്രെയിൻ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. അതായത് നമ്മുടെ ഡേറ്റ ഓപ്പൺ എ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി എന്ന്. നമ്മുടെ ഡേറ്റ ഓപ്പൺ എ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി, ഓപ്പൺ എയുടെ ഡേറ്റ ഡീപ് സീക്ക് അടിച്ചു മാറ്റിക്കൊണ്ടുപോയി, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു മാറ്റിക്കൊണ്ടു പോകുന്നതിന് കേസും കൊടുത്തിരിക്കുക. എങ്കിലും ചൈനക്കാരെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഡീപ് സീക്ക് എ ഒരു ചൈനീസ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് അവരുടെ ഡേറ്റ മൊത്തം ചൈനീസ് സെർവറിലായിരിക്കുമല്ലോ സ്റ്റോർ ആവുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ അത് എപ്പോൾ വേണമെങ്കിലും ബാൻ ആവാനും സാധ്യതയുണ്ട്. കാരണം ഇതിനു മുന്നേ ചൈനീസ് സെർവറുകൾ ഡാറ്റ പോകുന്നു എന്ന് പറഞ്ഞാണല്ലോ പല ആപ്ലിക്കേഷനും ഇന്ത്യയിൽ ബാൻ ചെയ്തത്, ഇൻക്ലൂഡിംഗ് ടിക്ടോക്ക്. എന്തായാലും ഞാൻ ഈ ഡീപ് സീക്കിനെ പറ്റി ഒരു റീൽ ഇട്ടിട്ട് പല ആൾക്കാരും അത് പോയി ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ ഹൈപ്പ് ഇത്രയും കൂടുതലാണ്, ഇത്രയും ആൾക്കാർ ഒരുമിച്ച് ട്രൈ ചെയ്യാനായിട്ട് നോക്കിയോണ്ട് തന്നെ ഡീപ് സീക്ക് എന്റെ സെർവറുകൾ ഡൗൺ ആയിരുന്നു, റെസ്പോൺസുകൾ സ്ലോ ആയിരുന്നു, ലോഗിൻ ചെയ്യാനായിട്ട് സമ്മതിക്കുന്നുണ്ടായില്ല. ആൻഡ് ഇൻ ദ എൻഡ് ആക്സസ് കിട്ടിയവർ ഇന്ത്യനെ പറ്റി പല ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിന് ഡീപ് സീക്ക് സെൻസേർഡ് ആയിട്ടുള്ള ബയസ്ഡ് ആയിട്ടുള്ള ഉത്തരങ്ങൾ കൊടുക്കാനും തുടങ്ങി. സോ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ്? നിങ്ങൾ ഡീപ് സീക്ക് ട്രൈ ചെയ്തോ എന്നുള്ളത് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. ആൻഡ് കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.